ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഞാനെങ്ങനെയാണ് ചിക്കൻ റോൾ ഉണ്ടാക്കുന്നതെന്നാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഉച്ചക്കത്തെ ചോറെല്ലാം തിന്ന് കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയം ഞാൻ കുറച്ച് കൂടുതലായിട്ട് ചിക്കൻ റോൾ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുന്നുണ്ട്. വൈകുന്നേരം കുറച്ച് ഫ്രൈ ചെയ്യും വേണം. സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് റോൾ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് വൈകുന്നേരം 4 മണി ചായക്ക് കുട്ടിക്ക് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുമ്പോൾ കുട്ടികളെ വയറും നിറയും, നമ്മളെ മനസ്സ് നിറയും. ഇതിലിപ്പോൾ ഞാൻ മസാല ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നില്ലേ. ബീഫ് സമൂസ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഉള്ളി മസാലയിൽ ഇതിലേക്ക് ചേർത്തത് ചിക്കൻ മസാലയാണ്. ചിക്കൻ കുറച്ച് എടുത്ത് അതിൽ കാശ്മീരി മുളക്, ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം ക്രഷ് ചെയ്തിട്ടാണ് ഇതിലിട്ട് കൊടുത്തത്. ഞാനിപ്പോൾ ദോശ ഉണ്ടാക്കിയിട്ടാണ് റോൾ ഉണ്ടാക്കിയിട്ട് കാണിക്കുന്നത്. ഒരു മിക്സിൻ്റെ ജാറെടുക്കുക, അതിൽ പകുതിയോളം വെള്ളം പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം മൈദയും ഉപ്പും ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ച് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണേ. മിക്സിയിൽ ഫസ്റ്റ് തന്നെ വെള്ളം ഒഴിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. അങ്ങനെയാകുമ്പോൾ മൈദ മിക്സിയിൽ പറ്റി പിടിക്കുകയില്ല. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് തന്നെ വെള്ളം ഒഴിക്കുന്നത്. ഇനി ദോശ ഉണ്ടാക്കുന്നത് പറഞ്ഞട്ടെ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ബ്രഷിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു സ്പൂണ് മൈദമാവ് പാർന്നതിന് ശേഷം ഇങ്ങനെ ചിറ്റിച്ചു കൊടുക്കണേ. ദോശ കൂടുതൽ സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. തിരിച്ചും മറിച്ചിട്ട് പെട്ടെന്ന് എടുത്ത് മാറ്റേ. അതുപോലെ മൈദമാവിൽ മുട്ട ചേർക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ മുട്ട ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഞാൻ മുട്ട ചേർത്തിട്ടാണ് ഉണ്ടാക്കാറ്. ഇനി ചിക്കൻ റോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. ദോശയിൽ ആവശ്യമുള്ള മസാല വെച്ച് 2 സൈഡും ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ദോശ മാവിന്ന് കുറച്ചെടുത്തിട്ട് ഇതിൽ പുരട്ടി കൊടുക്കുക. ഇതിപ്പോൾ റോള് നല്ലോണം ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് മൈദമാവ് പുരട്ടി കൊടുക്കുന്നത്. നമ്മൾ പെട്ടെന്ന് ഫ്രൈ ചെയ്ത് ഞങ്ങൾ ഈ മൈദമാവ് പുരട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തന്നെ ചിക്കൻ റോൾ ഉരുട്ടിയെടുത്താൽ മതി. എൻ്റെ ചിക്കൻ റോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് ഉണ്ടാകുക. അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടാവും, നല്ല മസാല ഉണ്ടാവും, നല്ല ടേസ്റ്റും. ഞാൻ ഇപ്പോൾ ആവശ്യത്തിന് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ അതിൽ കുറച്ച് കോൺഫ്ലവർ പൊടിയിട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്തതാണ്. നമ്മൾ ഫ്രീസറിൽ വെക്കുന്ന റോളിന് കുറച്ച് കോൺഫ്ലവർ ചേർത്തിയാൽ എപ്പം ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഫ്രീസറിൽ വെക്കുന്ന റോൾ ഉണ്ടാക്കുമ്പോൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. മുട്ടയിൽ മുക്കിയിട്ട് റോളിങ്ങനെ ബ്രെഡിൽ പൊതിയാൻ നിൽക്കണ്ട. നമ്മൾ ദോശ ഉണ്ടാക്കിയ ഈ മൈദമാവിൽ തന്നെ മുക്കിയിട്ട് ബ്രെഡിൽ പൊതിഞ്ഞിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. മുട്ടയിൽ മുക്കണ്ടെന്ന് പറയാൻ കാരണം മുട്ടയിൽ ഉണ്ടാക്കിയ റോള് ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ ഇങ്ങനെ പതഞ്ഞ് വരും. ഫ്രീസറിൽ വെക്കുന്ന റോൾ ഉണ്ടാക്കുമ്പോൾ ഈ കാര്യമൊക്കെ ശ്രദ്ധിക്കാനുള്ളൂ. നമ്മൾ അപ്പാട് ഫ്രൈ ചെയ്യുന്നതാണെങ്കിൽ മുട്ടയിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഞാൻ ഇപ്പോൾ കൂടുതലായിട്ട് റോൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ 4 മണി ചായക്ക് നമുക്ക് 6 ഫ്രൈ ചെയ്യുന്നുള്ളൂ. ബാക്കി മൊത്തത്തിൽ ഒരു സില്ലോ കവറിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യമുള്ള എണ്ണ പറന്നിട്ട് ഞാൻ ചിക്കൻ റോള് ഫ്രൈ ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം മാത്രമേ റോളിങ്ങനെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ചൂടാതെ എണ്ണയിലിട്ടാൽ ചിക്കൻ റോളിന് എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നല്ലോണം ചൂടായതിന് ശേഷം റോൾ ഇട്ട് കൊടുക്കാൻ പറയുന്നത്. റോൾ എണ്ണയിലിട്ടപ്പാട് തവിയെടുത്തിട്ട് തിരിക്കാനും മറിക്കാനൊന്നും പോകണ്ട. അങ്ങനെയാകുമ്പോൾ ബ്രെഡ് പൊടിയെല്ലാം എണ്ണയിൽ വരാൻ ചാൻസ് ഉണ്ട്. ഒരു സൈഡ് നല്ലോണം ആയതിനു ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇവിടെയുള്ളവർക്ക് ഈ കളറായ ചിക്കൻ റോൾ എണ്ണയെന്നെടുത്ത് മാറ്റണം. അങ്ങനെ ചിക്കൻ റോൾ ഉണ്ടാക്കുന്നത് ഞാൻ മൊത്തമായിട്ട് പറഞ്ഞു തന്നിട്ടുമുണ്ട്, കാണിക്കുന്നുമുണ്ട്. എൻ്റെ റോളും വോയിസും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരേക്കും ബായ്.